ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിൽ മുടി ചൂടാ മന്നനാണ് സഖാവ് പിണറായി വിജയൻ. ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവ്. ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ ഉണ്ടെങ്കിലും AK ആൻ്റണി കോൺഗ്രസ്സിലുണ്ടെങ്കിലും അവരൊക്കെ അവരുടെ വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന കാലഘട്ടം. ആ ഒരു സാഹചര്യത്തിൽ ഇന്നും തിളങ്ങി നിൽക്കുന്ന 80-ാം വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന ശ്രീമാൻ പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ, നിലമ്പൂർ ഇലക്ഷൻ അടുത്തു വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പല സാഹചര്യങ്ങളിലും പല പദപ്രയോഗങ്ങളും നടത്തിയതായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിനെ ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്നും കേരള രാഷ്ട്രീയത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് 80-കൾ 90-കൾ തൊട്ട് നായനാരുടെ കൂടെ നടക്കുന്ന വൈദ്യുതി മന്ത്രി തൊട്ട് CPM സെക്രട്ടറിയായി നിന്ന കാലഘട്ടം തൊട്ട് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ. മുൻകാലങ്ങളിൽ ഒരു താമരശ്ശേരിയാണോ തലശ്ശേരിയാണോ ജെറമിയസ് പിതാവിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു. താമരശ്ശേരി പിതാവിനെ ജെറമിയസ് പിതാവിനെ. ഒപ്പം ഈ കൊല്ലത്തെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പ്രേമചന്ദ്രനും MA ബേബിയും കൂടി മത്സരിക്കുന്ന സമയത്ത് പരനാറി എന്ന് അഭിസംബോധന ചെയ്യുകയും അതിൻ്റെ കോട്ടം MA ബേബിക്കും സംഭവിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം കുലംകുത്തി എന്ന് വിളിച്ചു. ഈ ചന്ദ്രശേഖരനെ വധിച്ച സമയത്ത് അദ്ദേഹത്തിന് കുലംകുത്തി എന്ന് വിളിക്കുകയും VS അച്യുതാനന്ദനായിട്ടുള്ള ഒരു മത്സരമൊക്കെ നടന്നിരുന്നു. എന്നാൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് തെമ്മാടി എന്ന പദപ്രയോഗമാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കൽ അനലിസ്റ്റായിട്ടുള്ള മിഥുനും ആയിട്ട് എന്താണ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടറിയാം. താങ്ക് യു. ഏകദേശം ഒരാഴ്ചയോളമായി പിണറായി വിജയൻ സഖാവ് ഈ ഒരു പരാമർശം നടത്തിയിട്ടില്ലേ? ഒരാഴ്ചയോളമായിട്ടുണ്ട്. ആദ്യമായി അദ്ദേഹം നടത്തിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നാക്കിവിട അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി കൊടുത്തൊരു അഭിപ്രായം അദ്ദേഹം വിളിച്ചു പറയുക മാത്രമാണെന്നുള്ളത് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ പറയുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ തെമ്മാടി പദം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇപ്പം എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിൽ പോയി ഏത് ചാനലിൻ്റെ അണ്ടറിൽ പോയി നോക്കിയാലും, നമ്മുടെ ചാനൽ അണ്ടറിൽ നോക്കിയാലും ഈ പറയുന്ന പദം ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിലൊരു ട്രെൻഡായിരിക്കുകയാണ് തെമ്മാടി. ഈ നികൃഷ്ട ജീവി. പിന്നെ വേറൊരു പദം ഉണ്ടല്ലേ, പിന്നെ വേറൊരു മറ്റേ പ്രേമചന്ദ്രൻ അങ്ങനെയുള്ള ഓക്കെ വടൂരിറ്റീസ് ഓക്കെ. ഈ പറഞ്ഞ പദങ്ങളുടെ കൂടെ തെമ്മാടി എന്നുള്ള നികൃഷ്ട ജീവി ഇതൊക്കെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇത് ട്രെൻഡാക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിതമായിട്ട് നീക്കം തന്നെയാണ്. അത് വിജയിച്ചിരിക്കുകയാണ്. കാരണം നിലമ്പൂരിൽ 10 തൊട്ട് എന്തായാലും കൂട്ടുന്നു. ഞാനിൽ മുസ്ലിം സഹോദരന്മാരെ കുറ്റം പറയില്ല. കാരണം അവർക്ക് വികാരപരിതമായിട്ട് അവർ തീർച്ചയായിട്ടും അവർക്ക് വികാരമുണ്ട്. തീർച്ചയായും അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇറാൻ എന്നുള്ളത് അവരുടെ സുപ്രീം ലീഡർ അയത്തുള്ള ഖമേനി, അതോടൊപ്പം തന്നെ അവരുടെ ഒരു സിംഹാസനം, പിന്നെ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ അവർ വികാരപരമായിട്ട് തീർച്ചയായിട്ടും അവരത് കൈകാര്യം ചെയ്യും. ഞാൻ കുറ്റം പറയില്ല. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ഈ പറയുന്ന ഇസ്രായേലിനെ തെമ്മാടിയായി കാണുന്നേ ഉള്ളൂ. ആദ്യമേ ഞാൻ പറയട്ടെ, ഈ പറയുന്ന ഇന്ത്യ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഇന്ത്യ ഓപ്പണായി സപ്പോർട്ട് ചെയ്തുള്ളൂ. ഒന്ന് അഫ്ഗാനിസ്ഥാനും ഒന്ന് ഇസ്രായേൽ ഒരു പടി കൂടി കിടന്ന് ഇന്ത്യക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, അതായത് ഇന്ത്യൻ ഡ്രോൺസ് ആയാലും പോലും എല്ലാം ഓഫർ ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇന്ത്യ സ്റ്റാൻഡ് വിത്ത് ദം, അതായത് ഇന്ത്യ അവസരത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് വിത്ത് ഇസ്രായേൽ. ബട്ട് ഇന്ത്യ പറയുന്നു ചർച്ചകളിൽ കൂടെ പരിഹരിക്കണം. ഈ തെക്കേ ഇന്ത്യയിൽ ഈ പറയുന്ന വാലിൽ കിടക്കുന്ന ഈ പറയുന്ന DMKക്കും CPMനും മാത്രമാണ്, പിന്നെ കോൺഗ്രസിന് മാത്രമാണ് ഈ പറയുന്ന തെമ്മാടി എന്നുള്ള പദം. ഇതൊരു ആസൂത്രിതമായ നീക്കം മാത്രമാണ്. ഏകദേശം 65% വോട്ടുണ്ട് നിലമ്പൂർ അല്ലേ? നിലമ്പൂർ ഇസ്ലാമിക സമൂഹത്തിനുള്ളത് 65% വോട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വോട്ട് കൈക്കലാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഈ പറയുന്ന മുസ്ലിം സഹോദരന്മാരുടെ ഇടയ്ക്ക് അവർ പദം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? ഇസ്രായേലിനെ തെമ്മാടി എന്ന് വിളിക്കുന്നു. നമുക്ക് ചിന്തിച്ചു നോക്കാം.
നോക്കാം, ഇസ്രായേൽ ഒരു തെമ്മാടിയാണോ? 70% ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ അവരുടെയാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിൽ വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതിനെല്ലാം പുറകിൽ ബൾബായാലും കാർഷിക സമൃദ്ധമായി എന്തിലായാലും ഒന്നും പറയണേ, ഈ മന്ത്രിസഭയിലെ മന്ത്രിയുടെ ഭാര്യനാണോ ജോലി എടുക്കുന്നുണ്ട്. ഒരു കൃഷിയെ പറ്റി പഠിക്കാൻ എവിടെ പോകണം? എവിടെയാ? രാജീവിന്റെ ഭാര്യ അല്ലേ? എനിക്ക് ഒരു മന്ത്രി ആരായിരിക്കും? ഞാൻ രണ്ടാമത്തെ ചോദ്യം, കൃഷിയെ പറ്റിയിട്ട് പഠിക്കാൻ പോകണം എവിടെയാ? പ്രസാദ് അതിൽ ഒരാൾ അതെ, കൃഷിയെ പറ്റി പഠിക്കാൻ പോകണം. മൂന്നാമത്തെ എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ആഴ്ച കണ്ടാണ് ഇസ്രായേലിൽ നിന്ന് ഒരു വ്യക്തി വന്ന് ഇവർ പോയി കണ്ടതൊക്കെ, അതൊക്കെ ഇവർക്ക് അംഗീകരിക്കാം. ഇവർ ഈ പറഞ്ഞ മുഖ്യൻ അമേരിക്കയിൽ വന്ന മയോണി യൂണിവേഴ്സിറ്റി അതിൻ്റെ അവിടുത്തെ ഡയറക്ടർ ആരാതറിയോ? ചൂതരാണ്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതായത് ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് ഇസ്രായേലിൻ്റെ എല്ലാം വേണം. ഇസ്രായേൽ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളൊക്കെ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ തെമ്മാടി രാജ്യമാണ്. ആ തെമ്മാടി രാജ്യത്ത് കൂടെ എന്തും ചെയ്യാം. അപ്പോൾ അതായത് ഇത് വേറെ ഒന്നുമല്ല, ഇത് ഈ പറഞ്ഞ പക്ഷേ ഇത് വർക്കൗട്ടാവും. ഇത് എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? ഈ അടവ് നയം, ഈ അടവ് നയം വർക്കൗട്ടാകും. ഞാൻ കൂടുതൽ ഹാൻഡ് ഓവർ ചെയ്യാണ് വിക്ടറിന്. അടവ് നയം വർക്കൗട്ടാവുമോ? ഞാനിതിൽ ഒരിക്കലും കേരളത്തിലെ ഇടതുപക്ഷത്തിനെ വിമർശിക്കാനായിട്ട്, ഞാൻ വിമർശിക്കുന്ന ഘട്ടങ്ങളിൽ വിമർശിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വേറൊരു ചിന്താഗതി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കട്ടെ. താങ്കളിപ്പോൾ സൂചിപ്പിച്ച പോലെ 65% ഇസ്ലാമിക വോട്ട്, 35% ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ നിലമ്പൂര് മണ്ഡലത്തിലെ അൻവർ അവിടുത്തെ ചൂടാ മന്നൻ തൃണമൂൽ എന്ന് പറഞ്ഞ അൻവർ എന്ന വ്യക്തി അവിടെ നിൽക്കുന്നു. അൻവർ അവിടുത്തെ ആളാണ്. അവിടുത്തെ ആളെന്ന് മാത്രമല്ല, അവിടുത്തെ എല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ജയിക്കണം എന്റെ ആഗ്രഹം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ അൻവർ വിട്ടുപോരുന്നത് പിണറായി വിജയനില് തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഇടതുപക്ഷത്തു നിന്ന് വിട്ടുപോരുന്നത്. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു. കോൺഗ്രസിൽ നിന്നാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? നിലമ്പൂറായിരിക്കും മാറ്റിയത് ആരാ? അതിപ്പോ കണ്ണൂർ പോയി കഴിഞ്ഞാൽ കണ്ണൂർ നിലമ്പൂറായി മാറ്റിയിരിക്കുന്നത് അവിടുന്ന് കുടിയേറി വന്നവരാണ്. നിലപാടാണ് അത് എന്തോ ആവട്ടെ. അപ്പൊ അൻവർ തെറ്റിപ്പിരിഞ്ഞ് പോകുന്നതിന് ശേഷമാണ് അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായതും അവിടെ ഒരു ഇലക്ഷനിലേക്കുള്ള സാഹചര്യത്തിലേക്ക് വഴിതെറ്റി ചെന്നെത്തിയിരിക്കുന്നതും. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ ഒരു അൻവർ വിട്ട് പിരിഞ്ഞു പോകുന്ന സാഹചര്യം തൊട്ടുള്ള കഥകളാണ് ഞാൻ ഇവിടേക്ക് ഒരുപാട് പുറകോട്ട് പോകുന്നില്ല. ഇപ്പൊ വരുന്ന അൻവർ വിട്ടുള്ള ഇലക്ഷൻ വരെയുള്ള കഥകളാണ് ഞാൻ പറയുന്നത്. അൻവർ വിട്ടു പോയി കഴിഞ്ഞ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തിട്ട് പറയുകയുണ്ടായി, സ്വർണ്ണക്കള്ളക്കടത്തിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളത്. അതിനുശേഷം 5 ഡൗൺ ദ ലൈൻ ഹൈറാർക്കിയിൽ നിന്നിട്ട് മോഹനൻ മാസ്റ്റർ, ജയരാജൻ, പി ജയരാജൻ, കയ്യിലത്തെ ജയരാജൻ, തീവ്രവാദമാണ് ഇവിടെ. കോഴിക്കോടും മലപ്പുറം ഇസ്ലാമികൾക്കെതിരെയുള്ള അടിയായിരുന്നു അവിടെ. അപ്പോൾ മോഹന മാസ്റ്റർ പറഞ്ഞു, ദേ കണ്ടില്ലേ എന്തോ എക്സർസൈസ് ചെയ്യണത്, എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ പേര് മെക്സ് 7 അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്തോ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നത് പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് മോഹനൻ. അവിടെ നിന്ന് ശേഷം ഗോവിന്ദൻ മാഷ് തൊട്ട് എല്ലാവരും ഇടതുപക്ഷം വ്യക്തമായിട്ട് ഇസ്ലാമിനെതിരെ കുത്തി അടിച്ച് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണേണ്ടത്, അൻവറിനെ അവിടെ നിന്ന് വിട്ടിട്ട് UDF കയറാൻ പറ്റില്ല. ലീഗ് അവിടെയുണ്ട്. എന്നെ കണ്ടി താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാണ്ടിരുന്നു. ഞാൻ പറയട്ടെ, ലീഗ് അവിടെയുണ്ട്. ഷൗക്കത്ത് അലി ലീഗിനെതിരാണ്. ഷൗക്കത്ത് അലിയുടെയും ഈ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത് അലി. അതിനെതിരായിട്ട് തൃണമൂൽ എന്നും പറഞ്ഞിട്ട് അവിടെ കയറി ചെല്ലാൻ പറ്റുന്നുണ്ട്. ഇത്ര സ്വാധീനമുള്ള, അതായത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ അൻവറും, അൻവർ എന്ന് പറഞ്ഞാൽ നിലമ്പൂരാണ്. അവിടെ അൻവർ നിൽക്കുന്നുണ്ട്. SDPI സ്വാധീന ശക്തിയാണ്. 65% പോകുന്ന സാദിഖ് നാലകത്തോ നടുക്കത്തോ ഒരു വ്യക്തി. SDPI 3 കൂടി ഭിന്നിക്കുമേ. എനിക്കറിയാനുള്ളത് ഞാൻ പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. ഒരു കാഫിർ ജയിക്കുമോ? സ്വരാജ് ഒരു കാഫിർ അവിടെ ജയിക്കുമോ? ഞാൻ താങ്കൾക്കൊരു വസ്തുപരമായിട്ട് തെറ്റുണ്ട്. അതായത് ഞാൻ പറയട്ടെ, അൻവറെ UDF എടുക്കാൻ ലീഗ് ഓക്കെ ആയിരുന്നു. ഓക്കെ, ലീഗിന് താല്പര്യമായിരുന്നു. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ലീഗിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള ഇലക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അതായത് 10 വർഷം 15 വർഷം ഒന്നും പോയി നമ്മുടെ ഈ പറഞ്ഞ മറ്റേ കുഞ്ഞാപ്പയ്ക്ക് അധികാരത്തിൽ മാറി നിൽക്കാൻ സാധിക്കില്ല. ഓക്കെ, എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും കുഞ്ഞാപ്പ റെഡിയാണ്. കുഞ്ഞാപ്പയ്ക്ക് അടുത്ത വ്യവസായ മന്ത്രി ആയേ പറ്റൂ.
അടുത്ത ഈ പറഞ്ഞ 2026 അവരെന്തിനും റെഡിയാണ്. അവർ നേരെ BJP പോകാനും റെഡിയാണ്. അധികാരം കിട്ടിയേ പറ്റില്ല. കാരണം ലീഗിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് വിക്ടർ ഭായ് നിങ്ങൾ മനസ്സിലാക്കണം, അധികാരം ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ബെൻസ് കാർ അവർക്ക് ഓടിച്ചുകൊണ്ട് നടക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞുതരാം, അവർ ഇവരെടുക്കാൻ റെഡിയായിരുന്നു, അൻവർ എടുക്കാൻ റെഡിയായിരുന്നു. പാലം വലിച്ചിരിക്കുന്നത് ആരാണ് പറയുന്നത്? ആരാ വലിച്ചിരിക്കുന്നത്? സതീശനാണ് പാലം വെച്ചത്. സതീശൻ ഒറ്റ എതിർപ്പ് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ അൻവർ കയറാത്തത്. സതീശൻ എന്തുകൊണ്ട് എതിർപ്പെന്ന് ചോദിച്ചാൽ സതീശൻ ആർക്കും വേണ്ടി പാലം വലിക്കുന്നത്? RSSന് വേണ്ടി പാലം വലിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒന്നുമല്ല. അതായത് ഇതാണ് കാരണം. കണ്ടിന്യൂ ചെയ്തോളൂ. താങ്കളൊന്ന് ഇപ്പോൾ ഒന്ന് അന്വേഷിക്കുന്നത് ശരിയായിരിക്കും. എനിക്ക് എവിടെയോ താങ്കൾ സ്റ്റഡി ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല, ഉത്തമം വരുന്നില്ല. താങ്കൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റെന്ന് പറഞ്ഞത് സതീശൻ സുഡാപ്പികളെ സൂപ്പിക്കുന്നത്, RSSന്റെ പരിപാടികളിൽ പോയിട്ട് എന്തെങ്കിലും വിളക്ക് തെളിയിക്കുക, എന്തെങ്കിലും ഇനോഗ്രേഷൻ ചെയ്തതൊക്കെ ഉണ്ടാവും. അതല്ലാണ്ട് സതീശൻ സുഖിപ്പിക്കുന്നത്, കാരണം സതീശൻ്റെ നേതാവാങ്ങി പ്രിയങ്ക ഗാന്ധി വയനാട് നിന്ന് ജയിച്ചു പോയിട്ട് 4 ലക്ഷം വോട്ടിന് ജയിച്ചു പോയിട്ട് ഇതിൻ്റെ സഞ്ചി ഇട്ടിട്ട്, ഹമാസിൻ്റെ സഞ്ചി ഇട്ട് ലോക്സഭയിൽ ചെന്നവളാണ് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയുടെ ഇപ്പുറത്ത് അപ്പൊ എന്തായിരിക്കും ശ്രീ പിണറായി വിജയൻ തെമ്മാടി എന്ന് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ നിലപാട് മോഡിയോട് ചേർന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്ന ശ്രീമാൻ പിണറായി വിജയൻ, അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിൽ 65% മുസ്ലിം വോട്ടുകൾ കണ്ടിട്ടുള്ള ആ ഒരു തെമ്മാടി പദപ്രയോഗം, അത് കൊല്ലത്ത് നടന്ന പ്രേമചന്ദ്രൻ ആണെങ്കിലും ഇതാണെങ്കിലും സക്സസ് ആവോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഒരു 5 ദിവസത്തിനുള്ളിൽ കണ്ടെത്തോ? ഓക്കെ, എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഉറക്കം നടിച്ച് നടക്കുന്നവർ അറിയാനായിട്ട്, അതായത് ഈ പറയുന്ന തെമ്മാടി പ്രയോഗം കേരളത്തിൽ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഈ പറഞ്ഞ നിലമ്പൂർ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഈ പദപ്രയോഗം എന്ന് പറയുന്നത് ട്രെൻഡായി മാറുന്നതായിരിക്കും. അതിന് ബെനിഫിറ്റ് തീർച്ചയായും സ്വരാജിന് കിട്ടുന്നതായിരിക്കും. കാരണം മുസ്ലിം സഹോദരന്മാർ വളരെ വികാരക്ഷമമായി പ്രവർത്തിക്കും. അവരുടെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇത്ര ആഗ്രഹമുള്ളൂ, 65% പോകുന്ന ഇസ്ലാമിക വോട്ടുള്ള മണ്ഡലത്തിലെ ഒരു കാഫിർ ജയിക്കട്ടെ, അത്രമാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിലും കേരളം മതേതരത്വം എന്നുള്ള കാപട്യത അവസാനിപ്പിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.